ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകൾ നിരങ്ങയാണ് സാറേ. രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ. സാർ എന്തിനേലും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലമല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാര് മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാർ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ടില്ല കിട്ടും. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേൾക്കണ്ടേ? എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്ന കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും സമയം ഉച്ചകൊണ്ട് സാറേ. ആ സൈമ, വാടാ കയറിയോടാ. അല്ല, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ കഴിക്കടാ. അല്ല, ഞങ്ങൾ കഴിച്ചാ സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നോ. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ. നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ്. ഹിന്ദിയാണോ? ഇംഗ്ലീഷാ? ഓ അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണോ? ഡീ, നീ നിന്റെ പരീക്ഷ പുഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴിക്കിട്ട്. പുള്ളിയുടെ അപ്പൻ്റെ ഫോട്ടോയാ. ആ, സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ. എൻ്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത്. അല്ല, എൻ്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ഇടിച്ചൊരു വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസും അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ, നമ്മുടെ മറ്റേ കട്ടൗട്ടിൻ്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയൻ്റെ കട്ടൗട്ട്. സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാർ ഒരു 15,000 രൂപ എന്നാൽ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണ് സാറേ? ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയാൽ സാറിന്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും നല്ല സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്. സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയായിരുന്നു മതി. 15,000 രൂപയുടെ കേസല്ലേ. നീ അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറോടെ മൊത്തത്തിൽ കഥറല്ല. സാർ സീരിയസ് അല്ല, മന്ത്രി ഞാൻ പോയണ. ആ, അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും. മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിരാ മതി, തള്ളിയത് മതി. ഇല്ലല്ലോ, ഓറാക്കണ്ട. അല്ലല്ല, 15,000 രൂപയുടെ കേസല്ലേ, തന്നേക്കാം. അതല്ല സാറേ, വൈൻ. എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ. ഇത് അർജുന മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നും ഇല്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? 2 പെൺമക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്തു വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല. പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും ഇവിടെ കിടക്കി. സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ച് തുടക്കം ഏറ്റെടുക്കണ. ആ പോർമ്പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കൊന്ന് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ. ആരുടെ ഇങ്ങനെ ഓണം? ഓട്ടോ അടിച്ച് മറിക്കണം.
ഞങ്ങളെ വിജയണ്ണന്റെ കാലൊടിക്കോടാ നീ. നീ നമ്മളെ വിജയനെ കാലൊടിക്കോ. നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ട, ആറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല. പണ്ടെൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ ഇനി അതൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ, കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനൊക്കെ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിന് ഇട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലൊടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ, അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാന്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ, പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷേ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. ഓടിക്കോളിയാ. ഓടിക്കോ. അതിന് ഹ്യൂമനത്തിന് ഓടി. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ് നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി തള്ളാ സാറേ. ഫാൻസുകാര് പിള്ളേരാ, ആകെ നാണക്കേടായി ഇല്ലേ മുതലാളി? ഇവിടെ വേദന മാറിക്കണോ? ഹോ, പിന്നെ വേദന കാണാതിരിക്കോ ഡോക്ടറെ? അമ്മാതിരി ഇടിയല്ലേ അമ്മ ഇടിച്ചത്. നെഞ്ചൊക്കെ ഇടിച്ച് കലക്കി കാണും, അതെനിക്ക് ഉറപ്പാ. ഞാൻ മിണ്ടുന്നില്ലേ? അവന്മാരിപ്പോ എവിടെയോ എനിക്ക് പിടിക്കണം. ഇപ്പൊ ഇടിക്കാൻ പറ്റിയ സമയം അല്ലേ? തൽക്കാലം ഇതിന്റെ പേരൊരു കലിപ്പ് വേണ്ട. വേണ്ടാത്ത പുലിപാല പിടിക്കാൻ സമയമില്ല. ഇപ്പൊ വിട്ടടാ. അപ്പൊ പിന്നെ പിടിക്കാന്ന്. പിന്നെ പിടിച്ചാ മതി. പിടിക്കണമല്ലോ. സാറേ, സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ, യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ 2 പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ, അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. മിണ്ടാരടാ, ചലക്കനാ. ഇവളടുത്തും ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത് സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ? ഇപ്പൊ എന്റെ ഇത് കുഞ്ഞിക്കടാ. ശരി സാറേ. എന്തുവാണ് സൈമായി? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം കൂടെ കിടന്നു സാറേ. ഇവനെ ഒന്നും വിടണ്ട. അല്ലേലും വിടുന്നില്ല. ഓക്കെ.
നീ എന്തിനാ തള്ളേ കയറി സാറേ പിടിച്ചത്? ഞാനൊന്നും ചെയ്തില്ല, അവർ ചുമ്മാ കള്ളം പറയാ. സാർ പിടികൂടെ സത്യം സാറേ. പറടാ, നീ പിടിച്ചില്ലേ? സാറേ, ചുമ്മാ പറയോ അവര്, ഞാൻ പറഞ്ഞില്ലേ. പോലീസുകാരന്റെ സാർ ഒന്നും കൈ ചെയ്തില്ലെന്ന് തട്ടി പറഞ്ഞില്ലേ മരിച്ചോളാം. സാറേ. സാർ പിടികൂടെ സാറേ. നിന്നെ- ഞാനൊന്നും കയറി പിടിച്ചില്ല, സാർ ചുമ്മാ പോ. സാറേ ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാറേ, അയാൾ ചുമ്മാ പറയാ. സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. അഴുപ്പ് തീർക്കും പ്രായം നോക്കണം. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ അങ്ങോട്ട്. നടക്കടാ. സത്യ എന്താണ് കണ്ടോണ്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ അർജുന മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് സാർ ഇടിയുണ്ടാവും ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് രണ്ടെണ്ണം കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോ. സാറേ നൗഷാദ് അടുത്ത വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്.